ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതായത് എന്ത് ആക്ഷൻ എടുക്കണമെന്നുള്ള തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിഗർ കിട്ടുമോ എന്ന് നോക്കാം നമുക്ക്. അതായത് വരാൻ പോകുന്ന സമയം ഇവിടെ ആർക്കെങ്കിലും ബ്രേക്കപ്പ് സംഭവിക്കുകയാണ് എങ്കിൽ ഇവിടെ കാസ്റ്റ് ഇഷ്യൂ, കൾച്ചർ ഇഷ്യൂ, സ്റ്റാറ്റസ്, ഫാമിലി പ്രോബ്ലം അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഗ്രഹനില തമ്മിൽ യോജിക്കത്തില്ല, അങ്ങനെയൊക്കെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ അവരോടൊന്നും ചോദിച്ച് അവരെ കൂടുതലായിട്ട് പുഷ് ചെയ്യാൻ പോകരുത്. ശരിയായ സമയം വരുമ്പോൾ അവർ തീരുമാനം എടുക്കുന്നതാണ്. കാരണം ഇപ്പോൾ ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ പിടിച്ച് കയറിയാൽ പിന്നെ ബ്രേക്കപ്പ് ആയിരിക്കും ഉണ്ടാവുക. അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും നിങ്ങൾക്കെതിരായിട്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞ് അവരോട് അങ്ങോട്ട് വഴക്കിടാൻ പോകരുത്. ഇപ്പോൾ പല ഗ്രഹങ്ങളും തമ്മിൽ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചിങ് സമയത്ത് സഡനായിട്ടായിരിക്കും ആക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ അവരുമായിട്ട് ഒന്നിനും വഴക്കിടാൻ പോകരുത്. കുറച്ച് നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം നേരെയാകുന്നതാണ്. അതായത് ഇവർക്ക് ഇവരുടേതായ ഒരു സമയം കൊടുക്കുക. ഇവിടെ ഇവരുടെ കാർമിക് പറയുന്നത് ഇവരുടെ ഫാമിലിയാണ് എങ്കിൽ ആ ഒരു ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് പ്രോബ്ലം ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട്. ആരെങ്കിലും മുഖേന നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഇങ്ങനെ ട്രിഗർ കിട്ടുകയാണ്, ഇവർ ഇങ്ങനെയൊക്കെ അനുഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതാണ്. തേർഡ് പാർട്ടി എൻഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ രണ്ട് സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യമാണോ ബാലൻസ് ഔട്ട് ആവാനുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ഔട്ട് ആകുന്നതാണ്. മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും മൂവ് ഓൺ ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുന്നതാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ സഡനായിട്ട് കോൾ ചെയ്തിട്ട് പറയും, അതായത് എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ സഡനായിട്ട് കോൾ ചെയ്ത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. ഇവിടെ സ്ട്രെങ്ത് സക്സസ്സിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫിന് അവരുടേതായ ഒരു സ്ട്രെങ്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കൂടെ ഒരു സക്സസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, അതിനു വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട്, അതിനു വേണ്ടിയാണ് ഇവർ സ്ട്രെങ്ത് ശേഖരിക്കുന്നത്. ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ സംസാരിക്കണം, നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളോട് സംസാരിക്കണം, വീണ്ടും പഴയതുപോലെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും കൂടെ കംപ്ലീഷൻ അവരുടെ പേഴ്സൺ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ യൂണിയൻ ഉണ്ടാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് കംപ്ലീഷനിലാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതർ സിറ്റുവേഷൻ എന്താക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അതർ സിറ്റുവേഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ വാർണിംഗ് എനർജി പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മാരേജിനെ കുറിച്ച് ഇവരോടൊന്നും സംസാരിക്കാൻ പോകരുത്. ചിലപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് നേരെയും വരും. അതായത് കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ടാകുന്നതിന് പകരം നിങ്ങളുടെ കൂടെ ആയിരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക. കുറച്ച് അവർക്ക് അവരുടേതായ സമയം കൊടുക്കുക. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കാം. ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് വയ്ക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങളുമായിട്ട് ഒത്തിരി അട്രാക്ഷൻ ഉണ്ട് ഇവർക്ക്. അവരുടെ ലൈഫിൽ എന്താണോ അവർക്ക് ചെയ്യേണ്ട കാര്യം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അല്ലാതെ വെറുതെ ചുമ്മാ ഇരിക്കുന്നതല്ല, അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് എടുക്കുവാനുള്ള ആ ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് നൈറ്റിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അവരുടെയും സമയം നേരെയാകുമ്പോൾ എല്ലാം നേരെയാകുന്നതാണ്. ചില ആൾക്കാരുടെ മൈൻഡ് ഇപ്പോൾ ഒരു രീതിയിലും വർക്കാകുന്നില്ല. കാരണം അവരുടെ മൈൻഡ് ഫുള്ള് ഇലൂഷൻസ് ആണ്. അത് കാരണം അവർക്ക് എന്ത് ചിന്തിക്കണം, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല.
ഇവിടെ ഈ ഒരു സമയം ഇവരോട് നിങ്ങൾ സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. വഴക്കിടാനൊന്നും പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ആ ഒരു മാറ്റ സമയമാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ജൂപ്പിറ്റർ ടോറസ് രാശിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ആവശ്യമില്ലാതെ ഇവരോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകരുത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ലൈഫിൽ മുന്നോട്ട് ഒത്തിരി പോകുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ സമയം ഇവർ ഭയങ്കരമായിട്ട് ആത്മബന്ധനത്തിലാണ്. അതായത് ഈ സമയം നിങ്ങൾ അവരോട് വഴക്കിടാൻ പോവുകയാണെങ്കിൽ ഇവർ വിചാരിക്കും ഇവരുടെ ഫാമിലി പറഞ്ഞാൽ ശരിയാണ്, ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ടൈം പീരീഡിൽ അവരോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകരുത്. ഇനി ഇവരുടെ ആക്ഷൻ എന്താണ്, നെക്സ്റ്റ് ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് നോക്കാം. ഇവിടെ വരാൻ പോകുന്ന 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കാർമിക് പരമായിട്ട് എന്തെങ്കിലും ട്രിഗർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ലോസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് കാരണം ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട്, ആരോടും സംസാരിക്കാതെ ഇവരുടെ ആ ഒരു ലോസ് കാരണം ഭയങ്കരമായിട്ട് തനിച്ചിരുന്ന് വിഷമിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ സോൾ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സഡനായിട്ട് എന്തോ ഒന്ന് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 24 മണിക്കൂർ ആ ഒരു ടൈം പീരീഡ് ഇവർക്ക് വളരെ മോശമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഫേവറിൽ വന്നാൽ വളരെ നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ 24 മണിക്കൂറും കുറച്ച് ഹെവി എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രേയർ ചെയ്യുക. ഇവരുടെ ഹെൽത്ത് മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ പറയുന്ന ടൈം പീരീഡിൽ. 90 അവേഴ്സ് വളരെ ഹെവി ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, മെഡിറ്റേഷൻ ബ്രിങ് യുവർ ആൻസർ. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള എല്ലാ ആൻസറും മെഡിറ്റേഷനിലൂടെയാണ് കിട്ടുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യങ്ങൾക്കുള്ള ആൻസർ അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാർക്കും ഡിവൈൻ്റെയും ഏഞ്ചൽസിൻ്റെയും ബ്ലെസ്സിങ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ പാടില്ല. എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ആൾ നിങ്ങളെ ചതിച്ചു, നിങ്ങളൊരു കുഴിയിൽ വീണു, പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല. സ്റ്റക്ക് സിറ്റുവേഷൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. പക്ഷേ ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാനുള്ള അധികാരം ഏഞ്ചൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, അതിൽ തുടരണമോ അതോ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണമോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും സ്റ്റക്കായിട്ടിരിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നോ നീഡ് ടു വെറി. അതായത് ചില ആൾക്കാരുണ്ട് ആവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു ഓരോ വിഷയത്തിനെ കുറിച്ച്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അതിൻ്റേതായ വഴിക്ക് വിടുക അതിനെ എന്നാണ്. സമയമാകുമ്പോൾ എല്ലാം നേരെയാകും. നിങ്ങളിങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.